അപ്പം മോനെ ഈ 5 പശുവിനെ ഇൻഷുർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇനി പശുവിന് എന്ത് വന്നാലും ഇതേപോലത്തെ ഒരു പശുവിനെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഇനം പശു HF ആണ് അല്ലേ? HF ആണ്. 6 മാസം ഗർഭിണികളാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ, ഈ ഒരു 6 മാസം കൂടെ പ്രസവിക്കില്ല, ഇനി 3 മാസം കൊണ്ട് പ്രസവിക്കും. ഏറ്റവും നല്ല പശുക്കളാണ്. അപ്പോൾ എന്നാ ഇതൊന്ന് കഴിഞ്ഞിട്ട് വാഗ്ദാനം ചെയ്ത പോലെ 5 പശുക്കളെ എത്തിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് എത്തിച്ചിരിക്കുന്നത്? എന്താണ് പശുക്കളുടെ പ്രത്യേകത? നമ്മൾ മാത്യു ബെന്നിക്ക് 13 പശുക്കൾ മരണപ്പെട്ട അന്ന് മുതൽ ബെന്നിയുടെ കുടുംബവുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് കൂടിയാണ്. അത് ആ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. വളരെ അവിചാരിതമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവവികാസം നമുക്ക് പ്രത്യേകിച്ചും ഈ 2ാം ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കാണാൻ സാധിച്ചു. 13 പശുക്കൾ ഒരുമിച്ച് മരണപ്പെടുന്ന ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ പോലും ആശങ്കാകുലരായി മാറിയ ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും ഇടുക്കി പോലെയുള്ള ഒരു ജില്ല, നമുക്കറിയാം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ജില്ലയാണ്. ഇപ്പം പുല്ല് വളർത്താനും പശുക്കളെ വളർത്താനും ആ പശുക്കൾക്ക് ആവശ്യമായ തണുപ്പ് ഉൾപ്പെടെ കിട്ടുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി പോലെയുള്ള ഒരു ജില്ല. ആ ജില്ലയിലാണ് മാത്യു ബെന്നി എന്ന് പറഞ്ഞ കുട്ടി കർഷകൻ 2021 കേരളത്തിലെ കുട്ടി കർഷകൻ്റെ അവാർഡ് ഈ മേഖലയിൽ മേടിച്ചത്. അന്ന് മുതൽ മാത്യു ബെന്നിയുമായിട്ട് നല്ലൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്യു ബെന്നിക്കുണ്ടാകുന്ന എന്ത് പ്രശ്നം വന്നാലും അതിന് പരിഹാരമുണ്ടാക്കാമെന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷമാണ് നമുക്കിവിടെ തൊഴുത്തില്ല എന്നുള്ള പ്രശ്നം വന്നു. ആ തൊഴുത്ത് തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിൽമയെ ഞങ്ങൾ ചുമതല ഏൽപ്പിക്കുക. അവർ ആദ്യം 1 ലക്ഷം രൂപ കൊടുത്തു. ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരു തൊഴുത്ത് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് 3 പശുക്കളെ 5 പശുക്കളുടെയൊക്കെയാണ്. അതൊരു സാധാ തൊഴുത്തായിരിക്കും, ഒരുപക്ഷെ 25,000 അല്ലെങ്കിൽ 50,000. എന്നാൽ ഇതിനപ്പുറത്തേക്ക് 1 ലക്ഷം രൂപ കൊടുത്തപ്പോൾ അത് പോരാ, ഞങ്ങൾക്ക് അതുകൊണ്ട് തീരില്ല, 50,000 രൂപയും കൂടെ മിൽമ അത്രയും തുക ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ 50,000 രൂപയും കൂടെ കൊടുത്തുകൊണ്ട് 1.5 ലക്ഷത്തിനകത്ത് തൊഴുത്ത് പണിതു. പക്ഷെ അതിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഓവറായിട്ട് ആ കുടുംബം തന്നെ അതിനകത്ത് കുറച്ച് ചിലവ് കൂടെ വഹിച്ചു എന്ന് ഞാൻ ഈ പശുക്കളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കും. ഏതായാലും ശരി, നല്ലൊരു തൊഴുത്താണ് ഇവിടെ നിൽക്കുന്നത്. 22 പശുക്കൾ, അതിൽ കാളകൾ ഉൾപ്പെടെ കുട്ടിപ്പശുക്കൾ ഉൾപ്പെടെയുള്ള പശുക്കളുണ്ടായിരുന്നു. പക്ഷെ കറവ വളരെ കുറവായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്രയും പശുക്കൾ വളർത്തുമ്പോൾ നല്ലൊരു വരുമാനം പശുവിൻ്റെ പാലിൽ നിന്ന് തന്നെ കിട്ടേണ്ടുന്നതാണ്. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തിന് വന്ന ഒരു ചെറിയ പോരായ്മ. അത് പലപ്പോഴും തീറ്റയുടെ പ്രശ്നവും എല്ലാം ആയിരിക്കാം. ഏതായാലും ശരി, ഈ പശുക്കളെ വളർത്തി പഠനത്തിനുൾപ്പെടെ പോയി ഒരു കുടുംബം പോറ്റുവാൻ തക്ക രീതിയിൽ മാത്യു ബെന്നിയും അതുപോലെ തന്നെ ബെന്നിയുടെ മാത്യുവിൻ്റെ കൂടെയുള്ള 2 സഹോദരങ്ങളും അമ്മയും ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ പാൽ കുറവുള്ള പശുക്കളെ നമ്മൾ കൂടുതൽ വളർത്താതെ നല്ല ഉൽപ്പാദന ശേഷിയുള്ള പശുക്കളെ വളർത്തി എടുത്താൽ കുറഞ്ഞ പശുക്കളെ കൊണ്ട് തന്നെ കൂടുതൽ ഉൽപ്പാദനം നടത്തുവാനും അതിലൂടെ വരുമാനം കൂടുതൽ ഉണ്ടാക്കാനും കഴിയും. ആ തരത്തിലുള്ള ഒരു 5 പശുക്കളെയാണ് കൊടുക്കാം എന്ന് പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിൽ മുഴുവൻ കൊടുക്കുന്നത് KLDB ആണ്, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ്. ഇന്ന് നമുക്കറിയാം 95% സങ്കരയിനം പശുക്കളാണ് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു പശുവിൽ നിന്നും 10 ലിറ്ററിനധികം പാല് കിട്ടുന്ന പശുക്കൾ. കേരളത്തിൽ 35 ലിറ്ററോളം പാല് കിട്ടുന്ന ഒരു പശുവിൽ നിന്ന് ഒരു ദിവസം പാൽ കിട്ടുന്ന പശുക്കൾ കേരളത്തിലുണ്ട്. അത് 15 ലിറ്ററുണ്ട്, 20 ലിറ്ററുണ്ട്, 30 ലിറ്ററുണ്ട്. ഈ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു കർഷകനുണ്ട്. ഒരു ദിവസം 1 ലക്ഷത്തോളം പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പണമുണ്ടാക്കുന്ന കർഷകൻ. അത് ഞങ്ങളെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കർഷകനാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവിടെ വന്ന് കാണുമോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അയാൾക്ക് ഞങ്ങൾ 1 മാസം കൊടുത്തത്, ഇൻസെൻറ്റീവ് കൊടുത്തത് 2.5 ലക്ഷം രൂപയാണ്. ഗവൺമെൻറ് ഒരു ഇൻസെൻറ്റീവ് 26 കോടി രൂപ കേരളത്തിലെ കർഷകർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ 1 മാസം ഞങ്ങൾ 24 കോടി രൂപ കേരളത്തിൽ ചിലവഴിച്ചപ്പോൾ
അതിൽ 2.5 ലക്ഷം രൂപ ഒരു മാസം ഇൻസെൻറ്റീവ് കിട്ടിയ കർഷകനും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം പാൽ ഉൽപ്പാദനം നമുക്ക് കൂട്ടിയെടുക്കണം. അതിനെന്തൊക്കെ പശുവിന് തീറ്റ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളിപ്പം ഈ കുട്ടി കർഷകൻ്റെ വിഷയം വന്നതിന് ശേഷം കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും പശുക്കൾക്ക് കൊടുക്കേണ്ടുന്ന തീറ്റകളെക്കുറിച്ച് അതിൻ്റെ ക്രമങ്ങളെക്കുറിച്ച് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ വലിയ പരിപാടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഞങ്ങൾ നടത്തിയിരുന്നു. അത് നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇപ്പോൾ തുടങ്ങാൻ പോവാം.